ഏകാദശി നാളിൽ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വ്രതശുദ്ധിയോടെ പതിനായിരങ്ങൾ ഗുരുവായൂരിലേക്ക് ഒഴുകുന്നു. ഞായറാഴ്ച ദശമി നാളിൽ ആരംഭിച്ച ഭക്തജനപ്രവാഹം തിങ്കളാഴ്ച ഏകാദശി നാളിലും അണമുറിയാതെ തുടരുകയാണ്. ഉദയാസ്തമയ പൂജയിലെ ആദിത്യ പൂജ തന്ത്രി നിർവഹിച്ചു. കാഴ്ചശീവേലിക്ക് മേളം അകമ്പടിയായി. പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ തിടമ്പില്ലാത്ത എഴുന്നള്ളിപ്പ് നടന്നു. പാർത്ഥസാരഥിയിലെ സ്വീകരണത്തിന് ശേഷം നാഗസ്വരത്തോടെ തിരിച്ചെഴുന്നള്ളി. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പ്രത്യേക വിഭവങ്ങളോടെ പ്രസാദകൂട്ട് നടന്നു വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ വൈകിട്ട് കേളി, മദ്ദളപ്പറ്റ്, തായമ്പക എന്നിവയുണ്ടാകും. ഏകാദശി ഗീതാദിനം കൂടിയാണെന്നതിൻ്റെ ഭാഗമായി സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് കൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്ന പ്രതിമ സ്ഥാപിച്ച രഥം നാമജപ മന്ത്രങ്ങളോടെയും വാദ്യമേളങ്ങളോടെയും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് 4ാമത്തെ പ്രദക്ഷിണത്തിന് ഇടക്കയും 5ാമത്തെ പ്രദക്ഷിണത്തിന് മേളവും മാറ്റുകൂട്ടും. 2 ആഴ്ചക്കാലമായി നടന്നു വന്നിരുന്ന ചെമ്പൈ സംഗീതോത്സവം ഇന്ന് രാത്രി സമാപിക്കും. ദ്വാദശി പണസമർപ്പണത്തിന് ശേഷം ചൊവ്വാഴ്ച രാവിലെ 8ഓടെ അടയ്ക്കുന്ന ക്ഷേത്രനട ശുദ്ധി ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് തുറക്കും.